ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ടുവെച്ച 10 മണിച്ചെടികളാണ്. കഠിനമായ വേനൽ സമയത്ത് ഇതിലധികം പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇലകളെല്ലാം മുരടിച്ചൊക്കെയായിരുന്നു നിന്നിരുന്നത്. 1-2 മഴ പെയ്തപ്പോഴത്തേക്കും പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. ആദ്യം വിരിഞ്ഞ പൂക്കളൊക്കെ തീരെ ചെറിയ പൂക്കളായിരുന്നു. പിന്നീട് 3-4 മഴയും കൂടെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൂക്കൾക്കൊക്കെ വലിപ്പം വെച്ചു തുടങ്ങി. ഞാൻ ചെറിയ പോട്ടുകളിലാണ് പല കളറിലുള്ള പൂക്കൾ നട്ടിട്ടുള്ളത്. ചെറിയ പോട്ടുകളിൽ നട്ടാലും വലിയ പോട്ടിൽ നട്ടാലും 10 മണിച്ചെടികൾ നന്നായി വളരും. 10 മണിച്ചെടികളുടെ വേരുകൾ താഴേക്ക് ആഴത്തിൽ പോകുന്നവയല്ല. കഴിഞ്ഞ വർഷം നട്ടവയായതുകൊണ്ട് ചെറിയ പോട്ടുകളാണെങ്കിലും അവയിൽ മണ്ണുകളൊക്കെ തീർത്തും കുറവാണ്. ചട്ടിയുടെ പകുതി ഭാഗത്തോളം മണ്ണുകളുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനും വലിയ പൂക്കൾ ഉണ്ടാകുവാനും കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് ഈ ചെടികളെയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തു കൊടുക്കാം. കൈ കൊണ്ട് അതിൻ്റെ അഗ്രഭാഗമൊക്കെ മുറിച്ച് മാറ്റാം. പൂക്കളുണ്ടായിപ്പോവുകയും വളരെ നീണ്ടു വളർന്നവയൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കാം. കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ കട്ടർ കൊണ്ടോ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇവയുടെ തണ്ടുകളൊക്കെ തീരെ ശോഷിച്ചാണ് ഇരിക്കുന്നത്. ഇലകളൊക്കെ ചില ഭാഗത്ത് ഉണങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് മുറിച്ച് എടുത്ത് കഴിയുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പുതിയ തളിർപ്പുകൾ വരികയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. മുറിച്ച് മാറ്റിയ തണ്ടുകളൊക്കെ നമുക്ക് വേറെ പോട്ടുകളിലൊക്കെ നട്ടുവെക്കാവുന്നതാണ്. ചെടികളുടെ ചുവട്ടിൽ ചെടികളോടൊപ്പം കളകളും വളർന്നു നിൽപ്പുണ്ടാവും. അവയൊക്കെ പിഴുതു മാറ്റി കളയണം. ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ കളകളൊക്കെ പിഴുതു മാറ്റുന്നതുകൊണ്ട് അധികമൊന്നുമില്ല. കുറച്ചുള്ളതൊക്കെ പറിച്ച് മാറ്റിക്കളഞ്ഞു. ഇത് കുറച്ച് ചാണകപ്പൊടിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും മണലും കലർന്ന മിശ്രിതം കൂടി ഇട്ട ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. മണ്ണും മണലും ചാണകപ്പൊടിയും ചേർന്ന ഈ മിശ്രിതം ചെടികളുടെ ചുവട്ടിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ തണ്ടുകളിലൊക്കെ കൂടുതൽ ഇലകളും തളിർപ്പുകളും ഒക്കെ വന്ന് നിറയും. 2 ആഴ്ച കഴിയുമ്പോൾ കുറച്ച് കടലപ്പിണ്ണാക്ക് ഒരു പാത്രത്തിലെടുത്ത് അതിൽ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് ഒഴിച്ചു വയ്ക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ നന്നായി പുളിച്ച ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് നന്നായി നേർപ്പിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ചെടികളിൽ പൂക്കൾ നിറയാൻ സഹായിക്കും. ചാണകപ്പൊടിയും മണ്ണും കൂടുതൽ ഇട്ടതുകൊണ്ട് ചെടികൾ നല്ല കരുത്തോടെ വളരുകയും നല്ല വലിപ്പത്തിലും നല്ല നിറത്തിലും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.